ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം പാളിയതിൽ ദേവസ്വം ബോർഡിനെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി വിമർശിക്കുന്നു. മുന്നൊരുക്കങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായി എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ഇങ്ങനെ പോയാൽ വലിയ ദുരന്തമുണ്ടാകുമെന്ന് കോടതി ആശങ്കയറിയിച്ചു. 6 മാസം മുൻപെങ്കിലും മുന്നൊരുക്കങ്ങൾ തുടങ്ങാമായിരുന്നു. ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നും കോടതി. വിഷയത്തിൽ ദേവസ്വം ബോർഡിനോടും സംസ്ഥാന സർക്കാരിനോടും കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ്. ഐസൺ ജോസും മിഥുൻ മുരളിയും ജിജീഷ് കരുണാകരനും ഉൾപ്പെടെയുള്ളവർ തയ്യാറാണ്. എന്തായാലും നേരെ സന്നിധാനത്തേക്ക് പോകാം. മിഥുൻ മുരളിയിലേക്കാണ്. മിഥുൻ, ഇന്നിപ്പോൾ ശബരിമലയിൽ സാഹചര്യങ്ങൾ കുറച്ച് ശാന്തമായിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ നിലയ്ക്കലിലും പമ്പയിലുമൊക്കെ ഭക്തരെ തടയുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള തീർത്ഥാടനം ഏത് നിലയിലാണ് പോകുന്നത്? അതായത് ഘട്ടം ഘട്ടമായി മാത്രമാണോ ഭക്തരെ കയറ്റിവിടുന്നത്? ഒപ്പം നിലയ്ക്കലിലെ സാഹചര്യം എന്താണ് മിഥുൻ? അതുകൊണ്ട് പല ഘട്ടങ്ങളിൽ ഭക്തജനങ്ങളെ തടഞ്ഞുകൊണ്ടാണ് സംവിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. ഇതിനായി കണ്ടെത്തിയിരിക്കുന്ന മാർഗം നിലയ്ക്കൽ മുതൽ ഭക്തജനങ്ങളെ തടയുക എന്നുള്ളതാണ്. ശബരിമലയുടെ ക്രമസമാധാന ചുമതലയുള്ള ADGP ശ്രീജിത്ത് ഭക്തജനങ്ങളെ തടയുക എന്നുള്ളതാണ്. ശബരിമലയുടെ ക്രമസമാധാന ചുമതലയുള്ള ADGP ശ്രീജിത്ത് അല്പസമയം മുൻപ് ജനം TVയോട് പ്രതികരിച്ചപ്പോൾ ഇക്കാര്യം നമ്മൾ ചോദിച്ചതാണ്. ശബരിമല പാതയിൽ വലിയ തിരക്ക് അനുഭവപ്പെടും, വാഹനങ്ങളുടെ ബാഹുല്യമുണ്ടാകും, ഇടത്താവളങ്ങളിൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം നിൽക്കേണ്ടി വരും എന്നുള്ള അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമായിരുന്നു അത്. അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് വെർച്വൽ ക്യൂ ബുക്കിംഗ് അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്താതെ എത്തുന്ന ഭക്തജനങ്ങളെയാണ് തടയുന്നത് എന്നുള്ളതാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഭക്തജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് മുഴുവൻ ഭക്തജനങ്ങളെയും, അതായത് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ള പോലീസിന്റെ നിർബന്ധ ബുദ്ധിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇനിയൊരു ഭയാനകമായിട്ടുള്ള സാഹചര്യം സന്നിധാനത്ത് ഉണ്ടാകരുത് എന്നുള്ള ആ പോലീസിന്റെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പമ്പ മുതൽ നിലയ്ക്കൽ മുതൽ മറ്റ് ഇടത്താവളങ്ങളിൽ ഭക്തജനങ്ങളെ തടയുക എന്നുള്ളതാണ്. പരമാവധി സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സന്നിധാനത്തേക്ക് ഭക്തജനങ്ങളെ മല കയറാൻ അനുവദിക്കുക എന്നുള്ള ഒരു മാർഗമാണ് ഇപ്പോൾ പോലീസ് അവലംബിക്കുന്നത്. അതുകൊണ്ടാണ് സന്നിധാനത്തിന്റെ വിവിധ മേഖലകളിൽ, അത് ശരംകുത്തിയിലായാലും മരംകൂട്ടത്തായാലും താഴെ പമ്പയിലായാലും നിലയ്ക്കലായാലും ഭക്തജനങ്ങളെ തടയുന്നുണ്ട്. അവിടെ കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇപ്പോഴുണ്ട്. താഴെ നടപ്പന്തലിൽ ഇന്ന് രാവിലെ ഭക്തജനങ്ങളുടെ പ്രതികരണം തേടിയപ്പോൾ 3 മണിക്കൂറാണ് അവിടെ നടപ്പന്തലിൽ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വന്നത്. പുലർച്ചെ 3 മണിക്ക് നടപ്പന്തലിലേക്ക് എത്തിയ ഭക്തജനങ്ങളുണ്ട്. അവരുടെ പ്രതികരണം നമ്മൾ തേടിയതാണ്. അവർ രാവിലെ 8 മണിയായപ്പോഴും 18-ാം പടി കയറാൻ സാധിച്ചിട്ടില്ല. 3 മണിക്കൂർ നടപ്പന്തലിൽ കാത്തു നിൽക്കേണ്ടി വരുന്നു. സമാനമായി തന്നെ മരക്കൂട്ടത്ത് ഭക്തജനങ്ങളെ തടയുന്നു, ശരംകുത്തിയിൽ ഭക്തജനങ്ങളെ തടയുന്നു. ബാരിക്കേഡ് ഉപയോഗിച്ച് ഭക്തജനങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, കാത്തു നിൽക്കുന്നതിന് വേണ്ടി അവിടെ അനുവദിച്ചിരിക്കുന്നത് നമ്മൾ മുൻപുള്ള വാർത്തകളിൽ ദൃശ്യങ്ങൾ സഹിതം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. ഇതാണ് ഇപ്പോൾ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി പോലീസ് അവലംബിച്ചിരിക്കുന്ന മാർഗം. ഇതിന്റെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുമ്പോൾ ശബരിമല പാതകളിൽ വലിയ തിരക്ക് വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ അനുഭവപ്പെട്ടേക്കാം. എരുമേലി, പമ്പ, നിലയ്ക്കൽ, പന്തളം, പത്തനംതിട്ടയിലെ വിവിധ ഇടത്താവളങ്ങൾ, ഇവിടെ എല്ലാം കൃത്യമായ നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. സന്നിധാനത്ത് നിന്നും തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ മറ്റ് ഇടത്താവളങ്ങളിൽ നിന്നും പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും ഭക്തജനങ്ങളെ പുറത്തേക്ക് വിടാവുള്ളൂ, സന്നിധാനത്തേക്ക് പറഞ്ഞയക്കാവുള്ളൂ എന്ന് കൃത്യമായ നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. ഇതാണ് പോലീസ് ഇപ്പോൾ സന്നിധാനത്തെ തിരക്ക് ഭയാനകമായ സാഹചര്യത്തിലേക്ക് പോകാത്ത വിധത്തിൽ നിയന്ത്രിച്ചു നിർത്തുന്നതിന് വേണ്ടി അവലംബിച്ചിരിക്കുന്ന മാർഗം എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഒരുപക്ഷെ ഇനി ശബരിമല പാതകളിലും മറ്റ് ഇടത്താവളങ്ങളിലും വലിയ തിരക്കും കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. മുൻപത്തെ വർഷം, കഴിഞ്ഞ വർഷത്തിന് മുൻപുള്ള വർഷം സമാനമായ അവസ്ഥ ഉണ്ടായതാണ്, നമ്മൾ കണ്ടതാണ്. മുൻകാലഘട്ടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ദുരന്തങ്ങൾ വരെ ശബരിമലയിലെ പുല്ലുമേട്ടിലും പമ്പ ഹിൽ ടോപ്പിലും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ നിന്നൊന്നും ഈ ദേവസ്വം ബോർഡോ സംസ്ഥാന സർക്കാരുകളോ, അത് ഇപ്പോഴത്തെ സർക്കാർ മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും സാഹചര്യങ്ങളിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാത്ത സർക്കാരുകൾ ശബരിമലയിലെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ അവഹേളിക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഈ വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ ഇന്നിപ്പോൾ 3-ാം തീയതി വരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ. അതുതന്നെയാണ് കേരള ഹൈക്കോടതിയും ഇപ്പോൾ ദേവസ്വം ബോർഡിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്.